ബുള്ളറ്റിനിലെ GK ക്വസ്റ്റ്യൻസ് നോക്കാം. ദേശീയ ശാസ്ത്ര ദിനം നാഷണൽ സയൻസ് ഡേ ഫെബ്രുവരി 28 മെയ് 11 ദേശീയ സാങ്കേതിക വിദ്യാ ദിനം നാഷണൽ ടെക്നോളജി ഡേ. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായും ഡോക്ടർ സലിം അലിയുടെ ജന്മദിനമായ നവംബർ 12 ദേശീയ പക്ഷി ദിനമായും ആചരിക്കുന്നു. PC മഹൽനോബിസിന്റെ ജന്മദിനമായ ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നു. നവംബർ 11 വിദ്യാഭ്യാസ ദിനമായും നവംബർ 12 ദേശീയ പക്ഷി ദിനമായും ജൂൺ 29 സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായും ആചരിക്കുന്നു. ഇന്ത്യയുടെ തത്ത എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് അമീർ ഖുസ്രു ആണ്. ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിച്ചത് സരോജിനി നായിഡുവിനെയാണ്. ഇന്ത്യയുടെ തത്ത അമീർ ഖുസ്രു, ഇന്ത്യയുടെ വാനമ്പാടി സരോജിനി നായിഡു. സർവീസ് എബോവ് സെൽഫ് എന്ന ആപ്തവാക്യം റോട്ടറി ഇന്റർനാഷണലിൻ്റെതാണ്. സർവീസ് ബിഫോർ സെൽഫ് നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ ആപ്തവാക്യമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂരിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോമിയോപ്പതി കൊൽക്കത്തയിലാണ്. ആയുർവേദ ജയ്പൂരിലും ഹോമിയോപ്പതി കൊൽക്കത്തയിലുമാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സിദ്ധ ചെന്നൈയിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യുനാനി മെഡിസിൻ ബാംഗ്ലൂരിലാണ്. സിദ്ധ ചെന്നൈയിലും യുനാനി മെഡിസിൻ ബാംഗ്ലൂരിലുമാണ്. 100 ബോണറ്റുകളേക്കാൾ ശക്തിയുള്ളവയാണ് 4 പത്രങ്ങൾ എന്ന് പറഞ്ഞത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. വെടിയുണ്ടയേക്കാൾ ശക്തിയുള്ളതാണ് ബാലറ്റ് എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആണ്. ന്യൂമറോളജി സംഖ്യകളെക്കുറിച്ചുള്ള പഠനമാണ്. ന്യൂറോളജി നാഡീവ്യൂഹത്തെക്കുറിച്ചുള്ള പഠനമാണ്. ന്യൂമറോളജി സംഖ്യകളെക്കുറിച്ചും ന്യൂറോളജി നാഡീവ്യൂഹത്തെക്കുറിച്ചുമുള്ള പഠനമാണ്. ന്യൂഡൽഹിയിലെ രാജ്പഥ് റോഡിന്റെ പഴയ പേര് കിങ്സ് വേ എന്നും ജൻപഥ് എന്ന റോഡിന്റെ പഴയ പേര് കീൻസ് വേ എന്നുമാണ്. ന്യൂഡൽഹിയിലെ രാജ്പഥ് റോഡിന്റെ പഴയ പേര് കിങ്സ് വേ എന്നും ജൻപഥ് എന്ന റോഡിന്റെ പഴയ പേര് കീൻസ് വേ എന്നുമാണ്. പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3 പത്രസ്വാതന്ത്ര്യ ദിനം മെയ് 3. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി 29 ആചരിക്കുന്നു. ഇന്ത്യൻ ന്യൂസ് പേപ്പർ ദിനം ജനുവരി 29. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ബംഗാൾ ഗസറ്റ് ആരംഭിച്ച തീയതിയാണ് 1780. ജെയിംസ് അഗസ്റ്റസ് ഹിക്കി ഇന്ത്യയിലെ ആദ്യത്തെ പത്രമായ ബംഗാൾ ഗസറ്റ് ആരംഭിച്ച തീയതിയാണ് 1780. പാകിസ്ഥാൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് റഹ്മത്ത് അലിയാണ്. പാകിസ്ഥാൻ ദേശീയതയുടെ പിതാമഹൻ റഹ്മത്ത് അലിയാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് രാജ് നാരായൺ ബോസ് ആണ്. രാജ് നാരായൺ ബോസ് ആണ് ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ. പാകിസ്ഥാന്റെ ദേശീയ ഗാനമാണ് കോമി തരാന. കോമി തരാന പാകിസ്ഥാന്റെ ദേശീയ ഗാനമാണ്. അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന. അഫ്ഗാനിസ്ഥാന്റെ ദേശീയ ഗാനമാണ് മില്ലി തരാന. ബാലഗംഗാധര തിലകന്റെ പത്രമായ കേസരി മറാഠി ഭാഷയിലും മറാത്ത ഇംഗ്ലീഷിലുമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ബാലഗംഗാധര തിലകന്റെ പത്രമായ കേസരി മറാഠി ഭാഷയിലും മറാത്ത ഇംഗ്ലീഷിലുമാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. BC 4 അഗസ്റ്റസ് നീസർ ചക്രവർത്തിയായിരുന്ന കാലത്താണ് ക്രിസ്തുവിന്റെ ജനനമെന്ന് കരുതപ്പെടുന്നു. AD 29 ടൈബീരിയസ് ചക്രവർത്തിയുടെ കാലത്താണ് ക്രിസ്തുവിനെ കുരിശിലേറ്റിയത്. ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകനാണ് KM മുൻഷി. ഭാരതീയ വിദ്യാഭവന്റെ സ്ഥാപകൻ KM മുൻഷിയും ബീഹാർ വിദ്യാപീഠം സ്ഥാപിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദുമാണ്. ബഡ്ജറ്റിന്റെ മറ്റൊരു പേരാണ് വാർഷിക സാമ്പത്തിക പ്രസ്താവന, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ബഡ്ജറ്റ് ഇയറിന്റെ മറ്റു പേരുകളാണ് ഫിനാൻഷ്യൽ ഇയർ, ഫിസ്ക്കൽ ഇയർ എന്നിവ. ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 തുടങ്ങി അടുത്ത വർഷം മാർച്ച് 31 അവസാനിക്കുന്നു. അമേരിക്കൻ ഐക്യനാടുകളിൽ ഇത് ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. ഭീമൻ കേന്ദ്ര കഥാപാത്രമായ മലയാള നോവൽ MD വാസുദേവൻ നായർ രചിച്ച രണ്ടാം മൂഴം, TK ബാലകൃഷ്ണൻ രചിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് കർണൻ. ഭീമൻ കേന്ദ്ര കഥാപാത്രമായ മലയാള നോവൽ MD വാസുദേവൻ നായർ രചിച്ച രണ്ടാം മൂഴം, TK ബാലകൃഷ്ണൻ രചിച്ച ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് കർണൻ. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ
ഏറ്റവും വലുപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രം സൂര്യനാണ്. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വലുപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രം സൂര്യനാണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വലുപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രം സിറിയസ് ആണ്. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും വലുപ്പത്തിൽ കാണാൻ കഴിയുന്ന നക്ഷത്രമാണ് സിറിയസ്. പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘമായിരുന്നു അഞ്ചുവണ്ണം. അഞ്ചുവണ്ണം എന്നത് പ്രാചീന കേരളത്തിലെ ജൂത വ്യാപാരികളുടെ സംഘമായിരുന്നു. പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘമായിരുന്നു മണിഗ്രാമം. മണിഗ്രാമം എന്നത് പ്രാചീന കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികളുടെ സംഘമായിരുന്നു. ക്രിസ്തുമതം സ്വീകരിച്ച ആദ്യത്തെ റോമൻ ചക്രവർത്തിയാണ് കോൺസ്റ്റന്റൈൻ. റോമ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതം ക്രിസ്തുമതമാക്കിയത് തിയോഡോസിയസ് ഒന്നാമന്റെ കാലത്താണ്. ഗ്രാൻഡ് അണക്കെട്ട് തമിഴ്നാട്ടിലും ഗ്രാൻഡ് കനാൽ ചൈനയിലും ഗ്രാൻഡ് കാന്യൻ അമേരിക്കൻ ഐക്യനാടുകളിലുമാണ്. ഗ്രാൻഡ് അണക്കെട്ട് തമിഴ്നാട്ടിലും ഗ്രാൻഡ് കനാൽ ചൈന, ഗ്രാൻഡ് കാന്യൻ അമേരിക്കൻ ഐക്യനാടുകളിലുമാണ്. ഗ്രീക്ക് പുരാണങ്ങളിലെ സമുദ്രദേവനാണ് പോസൈഡോൺ. റോമൻ പുരാണങ്ങളിലെ സമുദ്രദേവനാണ് നെപ്റ്റ്യൂൺ. 1912 മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ ഉറുദു വാരികയാണ് അൽ ഹിലാൽ. അൽ ഹിലാൽ എന്നത് 1912 മൗലാന അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയ ഉറുദു വാരികയാണ്. 1914 പത്രമാരണ നിയമപ്രകാരം ബ്രിട്ടീഷ് അധികാരികൾ അൽ ഹിലാൽ പിടിച്ചെടുത്തപ്പോൾ ആസാദ് തുടങ്ങിയതാണ് അൽ ബലാഖ്. 1923 പ്രവർത്തനം ആരംഭിച്ച സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ സിആർ ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണനും. 1923 പ്രവർത്തനം ആരംഭിച്ച സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകന്മാരാണ് സിആർ ദാസും മോത്തിലാൽ നെഹ്റുവും. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ആചാര്യ നരേന്ദ്രദേവും ജയപ്രകാശ് നാരായണും. 1992 സ്ഥാപിതമായ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈയിലാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 സ്ഥാപിതമായി മുംബൈയിലാണ്. ഇതിന്റെ പ്രമുഖ ഓഹരി സൂചികയാണ് നിഫ്റ്റി, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 50. 1875 സ്ഥാപിതമായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രമുഖ ഓഹരി സൂചിക BSE സെൻസെക്സ് എന്നറിയപ്പെടുന്നു. 1875 സ്ഥാപിതമായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പ്രമുഖ ഓഹരി സൂചികയാണ് BSE സെൻസെക്സ്. അന്താരാഷ്ട്ര യുവജന ദിനം, ഇന്റർനാഷണൽ യൂത്ത് ഡേ, ഓഗസ്റ്റ് 12 ആണ് അന്താരാഷ്ട്ര യുവജന ദിനം. വിവേകാനന്ദന്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നു. ദേശീയ യുവജന ദിനം ജനുവരി 12, അന്താരാഷ്ട്ര യുവജന ദിനം ഓഗസ്റ്റ് 12 ആണ്. 5ാം നൂറ്റാണ്ടിന്റെ ഒടുവിലുണ്ടായ ഹൂണന്മാരുടെ ആക്രമണമാണ് തക്ഷശില സർവകലാശാലയുടെ തകർച്ചയ്ക്ക് കാരണമായത്. നളന്ദ സർവകലാശാലയുടെ തകർച്ചയ്ക്ക് കാരണമായത് 12ാം നൂറ്റാണ്ടിലുണ്ടായ മുസ്ലിം ആക്രമണമാണ്. 5ാം നൂറ്റാണ്ടിന്റെ ഒടുവിലുണ്ടായ ഹൂണന്മാരുടെ ആക്രമണമാണ് തക്ഷശില സർവകലാശാലയുടെ തകർച്ചയ്ക്ക് കാരണമായത്. നളന്ദ സർവകലാശാലയുടെ തകർച്ചയ്ക്ക് കാരണമായത് 12ാം നൂറ്റാണ്ടിലുണ്ടായ മുസ്ലിം ആക്രമണമാണ്. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുക്കൾ ഉള്ള ജീവികളാണ് ഒട്ടകവും ലാമയും. മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമമുള്ള പ്രാദേശിക വാതകമാണ് ചിനൂക്ക്. ചിനൂക്ക് മഞ്ഞു തിന്നുന്നവൻ എന്ന അപരനാമമുള്ള പ്രാദേശിക വാതകമാണ്. ഡോക്ടർ എന്ന അപരനാമമുള്ള പ്രാദേശികവാദമാണ് ഹർമറ്റൻ. ഡോക്ടർ എന്ന അപരനാമമുള്ള പ്രാദേശികവാദം ഹർമറ്റൻ. മറാത്ത കേസരി എന്ന് വിളിക്കപ്പെട്ട നേതാവ് ബാലഗംഗാധര തിലകനാണ്. ഭാരത കേസരി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് മന്നത്തു പത്മനാഭനാണ്. മറാത്ത കേസരി ബാലഗംഗാധര തിലകനാണ്. ഭാരത കേസരി മന്നത്തു പത്മനാഭനാണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ ചമ്പു ഉണ്ണിയച്ചി ചരിതവും സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശവുമാണ്. മലയാള ഭാഷയിലെ ആദ്യത്തെ ചമ്പു ഉണ്ണിയച്ചി ചരിതവും സന്ദേശകാവ്യം ഉണ്ണുനീലി സന്ദേശവുമാണ്. മാധവിക്കുട്ടിയും അനുജത്തി സുലോചനയും ചേർന്നെഴുതിയ നോവലാണ് കവാടം. മാധവിക്കുട്ടിയും KL മോഹനവർമ്മയും ചേർന്നെഴുതിയ നോവലാണ് അമാവാസി. കവാടം മാധവിക്കുട്ടിയും അനുജത്തി സുലോചനയും ചേർന്നെഴുതിയതാണ്. അമാവാസി മാധവിക്കുട്ടിയും KL മോഹനവർമ്മയും ചേർന്നെഴുതിയ നോവലാണ്.
മത്സ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതിയാണ് പിസിക്കൾച്ചർ. മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഇക്തിയോളജി. മത്സ്യങ്ങളെ ശാസ്ത്രീയമായി വളർത്തുന്ന രീതി പിസിക്കൾച്ചർ, മത്സ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ഇക്തിയോളജി. മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഹൈദരാബാദാണ്. മുത്തുകളുടെ നഗരം ഹൈദരാബാദ്. വളകളുടെ നഗരം എന്നറിയപ്പെടുന്നത് പാകിസ്ഥാനിലെ ഹൈദരാബാദ്. വളകളുടെ നഗരം പാകിസ്ഥാനിലെ ഹൈദരാബാദ്. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ നവാബ് അബ്ദുൽ ലത്തീഫ്. മുഹമ്മദൻ ലിറ്റററി സൊസൈറ്റിയുടെ സ്ഥാപകൻ നവാബ് അബ്ദുൽ ലത്തീഫ്. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് സ്ഥാപിച്ചത് സർ സയ്യിദ് മുഹമ്മദ് ഖാൻ. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നത് റൂസോ രചിച്ച സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് ജനങ്ങളുടെ അവകാശങ്ങൾ നിർവഹിച്ചുകൊണ്ട് റണ്ണിമീഡ് എന്ന സ്ഥലത്ത് വെച്ച് 1215 ഇതിൽ ഒപ്പിട്ടു. ആധുനിക ജനാധിപത്യത്തിന്റെ സുവിശേഷം എന്നറിയപ്പെടുന്നത് റൂസോ രചിച്ച സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. ആധുനിക ജനാധിപത്യത്തിന്റെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മാഗ്ന കാർട്ടയാണ്. ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് ജനങ്ങളുടെ അവകാശങ്ങൾ നിർവഹിച്ചുകൊണ്ട് റണ്ണിമേഡ് എന്ന സ്ഥലത്ത് വെച്ചാണ് 1215 ഒപ്പിട്ടത്. ആഫ്രിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് ബറുണ്ടി. ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം ചാഡ്. ആഫ്രിക്കയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് ബറുണ്ടിയും ആഫ്രിക്കയുടെ നിലച്ച ഹൃദയം എന്നറിയപ്പെടുന്നത് ചാഡുമാണ്. ആഫ്രിക്കയുടെ കൊമ്പ് സൊമാലിയ. ആഫ്രിക്കയുടെ പണയപ്പെട്ട കൊമ്പ് ജിബൂട്ടി. ആശ്ചര്യമഞ്ജരി രചിച്ചത് കുലശേഖര ആഴ്വാർ. ആശ്ചര്യമഞ്ജരി രചിച്ചത് കുലശേഖര ആഴ്വാർ. ആശ്ചര്യ ചൂടാമണി രചിച്ചത് ശക്തിഭദ്രൻ. ആശ്ചര്യ ചൂടാമണി രചിച്ചത് ശക്തിഭദ്രൻ. വിവേക ചൂടാമണിയുടെ കർത്താവ് ശങ്കരാചാര്യർ. വിവേക ചൂടാമണിയുടെ കർത്താവ് ശങ്കരാചാര്യർ. ആശ്ചര്യമഞ്ജരി കുലശേഖര ആഴ്വാർ, ആശ്ചര്യ ചൂടാമണി ശക്തിഭദ്രൻ, വിവേക ചൂടാമണി ശങ്കരാചാര്യർ. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസസ് ബാംഗ്ലൂരിലാണ്. ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ന്യൂഡൽഹിയിലും നാഷണൽ അക്കാദമി ഓഫ് സയൻസസ് അലഹബാദിലുമാണ്. ഇന്ത്യൻ അക്കാദമി ഓഫ് സയൻസ് ബാംഗ്ലൂർ, ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി ന്യൂഡൽഹി, നാഷണൽ അക്കാദമി ഓഫ് സയൻസ് അലഹബാദ്. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായും ചരമദിനമായ ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായും ആചരിക്കുന്നു. ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം നവംബർ 19 ദേശീയോദ്ഗ്രഥന ദിനമായും ചരമദിനം ഒക്ടോബർ 31 ദേശീയ പുനരർപ്പണ ദിനമായും ആചരിക്കുന്നു. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നിവയുടെ ആസ്ഥാനം നെതർലൻഡിലെ ഹേഗ് എന്ന നഗരത്തിലാണ്. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്നിവയുടെ ആസ്ഥാനം നെതർലൻഡിലെ ഹേഗ് എന്ന നഗരത്തിലാണ്. രാജീവ് ഗാന്ധിയുടെ ജന്മദിനം ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനമായും ചരമദിനമായ മെയ് 21 ഭീകരവിരുദ്ധ ദിനമായും ആന്റി ടെററിസം ഡേ ആയും ആചരിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവനാ ദിനം, ചരമദിനമായ മെയ് 21 ഭീകരവാദ വിരുദ്ധ ദിനം. രാജ്യസഭാംഗമായ ജ്ഞാനപീഠ ജേതാവ് ജി ശങ്കരക്കുറുപ്പ്. രാജ്യസഭാംഗമായ ജ്ഞാനപീഠ ജേതാവ് ജി ശങ്കരക്കുറുപ്പ്. ലോകസഭാംഗമായ ജ്ഞാനപീഠ ജേതാവാണ് എസ് കെ പൊറ്റക്കാട്. രാജ്യസഭാംഗമായ ജ്ഞാനപീഠ ജേതാവ് ജി ശങ്കരക്കുറുപ്പ്. ലോകസഭാംഗമായ ജ്ഞാനപീഠ നേതാവാണ് എസ് കെ പൊറ്റക്കാട്. ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ലിപിയാണ് ഹൈറോഗ്ലിഫിക്സ് ലിപി, വിശുദ്ധ എഴുത്ത്. യൂണിഫോം ലിപി ഉപയോഗിച്ചിരുന്നത് മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണ്, സുമേറിയൻ. സൈന്ധവ ജനത ഉപയോഗിച്ചിരുന്നതും ഇതുവരെ വ്യാഖ്യാനിക്കപ്പെട്ടില്ലാത്തതുമായ ലിപിയാണ് ചിത്രലിപി. ഇംഗ്ലണ്ടിലെ റണ്ണിമീഡിൽ ജോൺ രണ്ടാമൻ രാജാവ് 1215 ഒപ്പുവെച്ച മാഗ്ന കാർട്ടയാണ് മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നത് ഭരണകൂടത്തിന്റെ ബാധ്യതയാക്കിക്കൊണ്ടുള്ള ആദ്യ രേഖ. മനുഷ്യാവകാശം സംബന്ധിച്ച ആദ്യത്തെ ആഗോള രേഖ 1945 ജൂൺ 26 സാൻ ഫ്രാൻസിസ്കോയിൽ അംഗീകരിക്കപ്പെട്ട ഐക്യരാഷ്ട്രസഭ ചാർട്ടറാണ്. ഇംഗ്ലീഷിലെ പ്രകൃതിയുടെ കവി വേർഡ്സ്വർത്ത്. മലയാളത്തിലേത് ഇടശ്ശേരി. ഇംഗ്ലീഷിലെ പ്രകൃതിയുടെ കവി എന്നറിയപ്പെടുന്നത് വേർഡ്സ്വർത്ത്, മലയാളത്തിലേത് ഇടശ്ശേരി. ഉരകങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി.
ഉരഗങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ഹെർപ്പറ്റോളജി. പാമ്പുകളെക്കുറിച്ചുള്ള പഠനം ഓഫിയോളജി. പാമ്പുകളെക്കുറിച്ചുള്ള പഠനം ഓഫിയോളജി. റാണ പ്രതാപ് സാഗർ ഡാം രാജസ്ഥാൻ ചമ്പൽ നദിയിലാണ്. റാണ പ്രതാപ് സാഗർ ഡാം രാജസ്ഥാനിൽ ചമ്പൽ നദിയിലാണ്. മഹാറാണ പ്രതാപ് സാഗർ അഥവാ പോങ് ഡാം തടാകം ഹിമാചൽ പ്രദേശിൽ ബിയാസ് നദിയിലാണ്. മഹാറാണ പ്രതാപ് സാഗർ അഥവാ പോങ് ഡാം തടാകം ഹിമാചൽ പ്രദേശിലെ ബിയാസ് നദിയിലാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണറാണ് സർ ഓസ്ബോൺ സ്മിത്തും ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖുമാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ സർ ഓസ്ബോൺ സ്മിത്തും ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ CD ദേശ്മുഖുമാണ്. ഇതിന്റെ നോട്ട്സ് PSA മിറർ എന്ന ടെലഗ്രാം ചാനലിൽ ലഭിക്കുന്നതാണ്. ജോയിൻ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.